കേരളത്തിലെ അതിപുരാതനവും പ്രശസ്തവുമായ നാഗരാജാവിനുള്ള ഒരു ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം. 9 ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾക്കുള്ളിൽ കിഴക്കോട്ട് ദർശനമായി മണ്ണാറശാല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ശിവസർപ്പവും മഹാദേവന്റെ കണ്ഠാഭരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പയക്ഷിയുമാണ് മുഖ്യപ്രതിഷ്ഠകൾ. നാഗരാജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ. ക്ഷേത്രത്തോട് ചേർന്നുള്ള ഇല്ലത്തിൻ്റെ നിലവറയിൽ മഹാവിഷ്ണു നാഗവും മഹാവിഷ്ണുവിൻ്റെ ശയനവുമായ നാഗരാജാവായ അനന്തൻ കുടികൊള്ളുന്നു. അനന്തൻ്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നാണ് വിശ്വാസം. നാഗദേവതകളുടെ വിശ്വാസികൾക്ക് ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടം. ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാറശാല ഇല്ലത്തെ തലമുതിർന്ന സ്ത്രീയാണ്. വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത്. നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് വലിയമ്മയ്ക്ക് സങ്കല്പിച്ചിരിക്കുന്നത്. മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തിലെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് മകനായി നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ. മണ്ണാറശാലയിലെ നാഗദൈവങ്ങളുടെ കഥയറിയാം. സന്താനങ്ങളില്ലാത്ത വാസുദേവ ശ്രീദേവി എന്ന ബ്രാഹ്മണ ദമ്പതികൾ ഒരു കുട്ടിക്ക് വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ നാഗങ്ങളെ ആരാധിച്ചു പോന്നിരുന്നു. ആ സമയത്താണ് നാഗരാജാവിൻ്റെ വാസസ്ഥലത്തിന് ചുറ്റുമുള്ള വനത്തിൽ അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടായത്. കാട് മുഴുവൻ കത്തി നശിച്ചു. തീജ്വാലയിൽ സർപ്പങ്ങൾ വല്ലാതെ പൊള്ളലേറ്റു. ദമ്പതിമാരായ വാസുദേവനും ശ്രീദേവിയും മുറിവേറ്റ സർപ്പങ്ങളെ പരിചരിച്ച് ഭേദമാക്കി. അവരുടെ സ്നേഹത്തിലും പരിചരണത്തിലും സന്തുഷ്ടനായ നാഗരാജാവ് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് നാഗരാജാവ് താൻ അവരുടെ മകനായി ജനിക്കുമെന്ന് പറഞ്ഞു. ശ്രീദേവി ഗർഭിണിയായി 5 തലയുള്ള ഒരു സർപ്പക്കുഞ്ഞിന് ജന്മം നൽകി. കൂടാതെ ഒരു മനുഷ്യക്കുഞ്ഞിനും ജന്മം നൽകി. 2 മക്കളും ഒരുമിച്ചാണ് വളർന്നത്. കാലക്രമേണ നാഗരാജൻ തൻ്റെ ഇളയ സഹോദരനോട് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുകയും അവൻ അത് അനുസരിക്കുകയും ചെയ്തു. തൻ്റെ അവതാരത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ നാഗരാജാവ് താൻ എന്നും ഈ വീട്ടിൽ നിലവറയിൽ വസിക്കുമെന്ന് അമ്മയെ അറിയിച്ചു. തുടർന്ന് നിലവറയിലെത്തി പൂജാവിധി അർപ്പിക്കാനുള്ള ചില ആചാരങ്ങളും നിയമങ്ങളും നിർദ്ദേശിച്ച ശേഷം അദ്ദേഹം അപ്രത്യക്ഷനായി. മണ്ണാറശാലയിൽ ഇന്നും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ പാലിച്ചു പോരുന്നു. തുലാമാസത്തിലെ ആയില്യത്തിനാണ് ഇവിടെ പ്രാധാന്യം. കന്നിമാസത്തിലും തുലാമാസത്തിലും നടത്തുന്ന ആയില്യ പൂജകൾ 12 ദിവസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന പൂജകളാണുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഉരുളി കമഴ്ത്തൽ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ അനേകകാലം ചികിത്സ ചെയ്തിട്ടും കുട്ടികളുണ്ടാകാത്ത ദമ്പതിമാർക്ക് സന്താനഭാഗ്യം ഉണ്ടാകും എന്നാണ് വിശ്വാസം. കൂടാതെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്കും മക്കളുടെ അഭിവൃദ്ധിക്കും സർപ്പദോഷം അകലുമെന്നുള്ള വിശ്വാസവും ഭക്തരെ ഇവിടേക്ക് ആകർഷിക്കുന്നു.